സജീഷ്, അതിൽ സജീഷ് മറുപടി പറയേണ്ട ഒരു ഭാഗം ഞാൻ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞാൻ പറയട്ടെ ഈ വിസ്ത ക്ലിയറൻസിന്റെ കാര്യം അലക്സ് ഒഴികയിൽ പറഞ്ഞു. വിസ്ത ക്ലിയറൻസിന്റെ കാര്യം അലക്സ് ഒഴികയിൽ പറഞ്ഞു അത് വ്യാപിപ്പിക്കാതിരുന്നതിൽ. കാരണം ഇന്നിപ്പോൾ ഈ അട്ടമലയിൽ ഒരു ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടല്ലോ സജീഷ്. അന്ന് അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞത് കാണുന്ന ദൂരത്തൊക്കെ അവിടെ കാട് വെട്ടിത്തെളിക്കാമായിരുന്നു, ആ ഏരിയ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. എത്രയോ തവണ വനം വകുപ്പിനെ കാര്യങ്ങൾ അറിയിച്ചതാണ് അവിടെ ക്ലിയർ ചെയ്യണമെന്ന്. അത് ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കാട്ടാനയുടെ വരവും ആക്രമണ സാധ്യതകളും ഒക്കെ നേരത്തെ മുൻകൂട്ടി അറിയാൻ കഴിയുമായിരുന്നു എന്നാണ്. അതാണ് നേരത്തെ അലക്സ് ഒഴികയിൽ താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അതൊക്കെ സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങളാണല്ലോ എന്ന് പറഞ്ഞത്. തീർച്ചയായും പറയുന്ന ആളുകൾക്കൊക്കെ അവർ ഒളിപ്പിച്ചു വെച്ച രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ നമ്മൾ കാണേണ്ട ഒരു വിഷയം, ഞാൻ അതിലേക്ക് തന്നെയാണ് വന്നത്. ഈ ചില കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ചെയ്ത് പോകണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വിശാലമായി പറയാനൊന്നും സമയം കിട്ടില്ല. ഇവർക്ക് വിശാലമായി കുറ്റം പറയാം, പക്ഷേ അതിനനുസരിച്ച് സമയം നമുക്ക് വിശദീകരിക്കാൻ കിട്ടില്ല. എങ്കിലും ചുരുക്കി പറയാം. ഒന്ന്, പറഞ്ഞതിൽ ഒരു കാര്യമായിരുന്നു ഈ ജീവികളെ വെടിവെച്ച് കൊല്ലാൻ സെൽഫ് ഡിഫെൻസിൻ്റെ ഭാഗമായി ഈ വനമന്ത്രി തന്നെ പറഞ്ഞല്ലോ എന്ന്. അത് രണ്ടും രണ്ട് സാഹചര്യമല്ലേ? ആക്രമിച്ചപ്പോൾ കൊല്ലപ്പെട്ടു, ഒരു പുലി കൊല്ലപ്പെട്ടു, അതിൻ്റെ ഭാഗമായിട്ട് സെൽഫ് ഡിഫെൻസിൻ്റെ ഭാഗമായി നിലപാട് സ്വീകരിച്ചു. എന്നാൽ നിങ്ങൾ നോക്ക്, 2018 മഹാരാഷ്ട്രയിൽ 13 മനുഷ്യരെ കൊന്ന ഒരു കടുവയെ ഷൂട്ട് അറ്റ് സൈറ്റിന് വൈൽഡ് ലൈഫ് വാർഡൻ ഓർഡർ കൊടുത്തു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഓർഡർ കൊടുത്തു. അദ്ദേഹം ഇപ്പോഴും കേസ് ആയിട്ട് നടക്കുകയാണ്. ഇത് നരഭോജിയാണ് എന്ന് തെളിയിക്കണം എന്ന് പറഞ്ഞിട്ട് 13 മനുഷ്യജീവനുകൾ എടുത്ത ഒരു പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. ഇത്തരത്തിലാണ് നിയമം നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടേ? ഇവിടെ എന്നിട്ട് പറഞ്ഞു പോവുകയാണ് കേന്ദ്ര സർക്കാരാണ് ഈ 10 ധനസഹായമൊക്കെ നൽകുന്നത്. 10 പൈസ നൽകുന്നില്ല. ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ 10 പൈസ കേരളത്തിന് നൽകുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. വയനാട് നിന്നാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ലോകം കണ്ട ഈ അടുത്ത കാലത്തെ ഏറ്റവും വലിയ ദുരന്തം നടന്നിട്ട് 10 പൈസ തരാത്തവർ ഇപ്പോൾ ഒരു മൃഗത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ട് പണം തരുന്നു എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്നുണ്ടെങ്കിൽ അതാരും വിശ്വസിക്കരുത് എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അത് പരിശോധിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ 650 കോടിക്ക് ആവശ്യപ്പെട്ടു, തന്നിട്ടില്ല. മാത്രവുമല്ല, ഇവിടെ 7 പ്രത്യേകമായ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് നിവേദനത്തിലൂടെ അറിയിച്ചു. 7നും പരിഹാരമുണ്ടായില്ല എന്ന് മാത്രമല്ല, തിരിച്ചുള്ള നിലപാടാണ് സ്വീകരിച്ചത് എന്നും കാണേണ്ടതുണ്ട്. ഇവിടെ ഇത്തരം സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു പരാമർശിച്ച് പോകേണ്ട വയനാടൊക്കെ പരാമർശിക്കുമ്പോൾ നമുക്ക് രാജ്യത്ത് തന്നെ പ്രധാനമായി അവതരിപ്പിക്കുന്ന 2 MP അവിടെ ഉണ്ടായിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും. എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടുകയോ എന്തെങ്കിലും ഒരു ഫണ്ട് നീക്കി വെക്കുകയോ ചെയ്തിട്ടുണ്ടോ? അവിടെ ഈ പറഞ്ഞ ഇപ്പോഴത്തെ മന്ത്രിയായ OR കേളു ഉൾപ്പെടെയുള്ള ആളുകൾ MLA ഫണ്ടിൽ ഉൾപ്പെടെ പണം നീക്കി വെച്ചുകൊണ്ട് ഫെൻസിങ് ഉൾപ്പെടെ നിർമ്മിച്ചിട്ടുണ്ട്. 1 മീറ്റർ ഫെൻസിങ് നിർമ്മിച്ചിട്ടുണ്ടോ ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും? ഇല്ലല്ലോ. ഓരോ MLA എടുത്ത് പരിശോധിച്ച് നോക്ക്. കേരള സർക്കാർ നബാർഡിൻ്റെ സഹായവും സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചും ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പരിമിതി നിലനിൽക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ആ പരിമിതി കൂട്ടായി മറികടക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും ഒടുവിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഗൗരവകരമാണ്. ഇപ്പോൾ നമ്മുടെ വനത്തിനകത്ത് ജീവികളുടെ എണ്ണം പെരുകുന്നുണ്ട്. അവിടെ ശാസ്ത്രീയമായ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകണ്ടേ? പല ലോകരാജ്യങ്ങളും അങ്ങനെ ചെയ്യുന്നില്ലേ? ആസ്ട്രേലിയയുടെ ദേശീയ മൃഗമാണ് കങ്കാരു. ആ കങ്കാരുവിനെ പോലും അവർക്ക് ഒരു നിശ്ചിത സമയത്തിൽ വേട്ടയാടാനുള്ള സൗകര്യം ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ലോകത്ത് സ്വീകരിക്കുന്ന നിലപാടുകളാണ്. ഇവിടെ ഈ 72ലെ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നില്ല എന്ന് മാത്രമല്ല, ആ നിയമത്തെ കൂടുതൽ രൂക്ഷമാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണേണ്ടേ. അത്തരമൊരു സാഹചര്യത്തിൽ ഇവിടെ ഞാൻ 10 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ മിഷൻ പ്രൈമറി റെസ്പോൺസ്. അല്ല സജീഷ്, ഇതിനകത്തുള്ള പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ. ഇതിന് മുൻപേ പറഞ്ഞതാണ് ഫെൻസിങ് ചെയ്തു കൊടുക്കാം എന്ന് നേരത്തെ പറഞ്ഞതാണ്. അവിടുത്തെ നാട്ടുകാർ പറയുന്നതാണ് ഫെൻസിങ് ചെയ്യാമെന്ന് പറഞ്ഞു, ചെയ്തില്ല. അടിക്കാട് വെട്ടിത്തെളിച്ച് ഈ ആ ഭാഗം വിസ ക്ലിയറൻസ് വ്യാപിപ്പിക്കാമെന്ന് പറഞ്ഞു, ചെയ്തില്ല. ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ മീറ്റിംഗ് കൂടുന്നു, മിനിറ്റ്സ് ഉണ്ടാക്കുന്നു, നടപടി ഉണ്ടാകുന്നില്ല എന്ന പരാതി ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പറയുന്നതല്ല, ആ നാട്ടിലെ നാട്ടുകാർ പറയുന്നതാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ല ശ്രീ ഗോപികൃഷ്ണൻ, 2 കാര്യം അതിൽ ക്ലിയർ ചെയ്ത് പോകേണ്ടതുണ്ട്. ഒന്ന് താങ്കളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഒരു കാര്യം കൂടി എനിക്ക് ചർച്ചയുടെ ഭാഗമായി സൂചിപ്പിക്കാനുണ്ട്, സമയം തരേണ്ടതാണ്. ഒന്ന്,
ഫെൻസിങ്ങിൻ്റെ പ്രവർത്തനം ഉൾപ്പെടെ പൂർത്തീകരിച്ച് വരുന്നുണ്ട്, പലയിടത്തും വന്ന് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഹാങ്ങിങ് ഫെൻസിങ്ങും അതുപോലെ തന്നെ AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഇതിൽ പ്രയോഗിക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ള പരിശോധന ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വനത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചില പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് കാണേണ്ടതാണ്. ഇപ്പോൾ നേരത്തെ ധനസഹായത്തിൻ്റെ കാര്യം പറഞ്ഞു. 2023-24 വർഷത്തെ 95% നഷ്ടപരിഹാരം കൊടുത്തു കഴിഞ്ഞു. 24-25 വർഷത്തിനും നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭൂരിഭാഗവും കൊടുത്തു തീർത്തിട്ടുണ്ട്. അനന്തരാവകാശ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത്. UDF കാലത്ത് 10 മുതൽ 20% വരെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നും കാണേണ്ടതുണ്ട്. ഒറ്റ കാര്യം കൂടി ചേർത്ത് വെക്കേണ്ടത്, നേരത്തെ ഇവിടെ ഭീതിജനകമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കണക്ക് പറയണമെന്ന് ഞാൻ കരുതിയതല്ല. ഇപ്പോൾ വന്യജീവികളുടെ എണ്ണം കൂടി എന്നൊക്കെ ചർച്ചയിൽ തന്നെ കോൺഗ്രസ് പ്രതിനിധി പറയുന്നു. UDF കാലം ഒന്ന് പരിശോധിക്കൂ. 2012, 13, 14, 15 ഈ കാലഘട്ടത്തിൽ വന്യജീവി ആക്രമണത്തിൽ കേരളത്തിൽ കൊല്ലപ്പെട്ടത് 113, 126, 126, 135 എന്നീ നിലയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 53, 76, 89 എന്നെല്ലാമുള്ള രീതിയിൽ പരമാവധി കുറഞ്ഞു വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഒരു ഭാഗ്യം എന്നുള്ള നിലയിൽ കണ്ടാൽ മതി. അതിനെ മറ്റുള്ള രീതിയിൽ കാണേണ്ട. തെറ്റായി ഇവിടെ അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. നമ്മുടെ രാജ്യത്ത് തന്നെ ഈ കാലഘട്ടത്തിൽ ആനയുടെ ആക്രമണത്തിൽ മാത്രം, തെറ്റായ ചില കണക്കുകളാണ് അവതരിപ്പിച്ചത്, ആനയുടെ ആക്രമണത്തിൽ മാത്രം 2829 മനുഷ്യർ ഈ രാജ്യത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കൊല്ലപ്പെട്ടു. അതിൽ കേരളത്തിൽ 100 ചില്ലാനം പേരാണ് വരുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ഈ പ്രശ്നം നിലനിൽക്കുന്നു. ഈ പ്രശ്നത്തെ ശാശ്വതമായി പരിഹരിക്കാൻ നേരത്തെ ഇവിടെ പറയുന്ന കൂട്ടത്തിൽ ഒറ്റ കാര്യം കൂടി പറയാം. പറയുന്ന കൂട്ടത്തിൽ ഈ CAA നടപ്പിലാക്കാതിരിക്കാനുള്ള ഇടപെടൽ സ്വീകരിച്ചല്ലോ. ശരിയാണ്. CAA പോലെയുള്ള ഒരു നിയമം മനുഷ്യനെതിരായിട്ടുള്ള, മനുഷ്യനെ തടങ്കലിലാക്കാനുള്ള ഒരു നിയമം ഇവിടെ നടപ്പിലാക്കില്ല. കർശനമായ നിലപാട് സ്വീകരിച്ചു. പക്ഷെ അതുപോലെ മൃഗങ്ങളുടെ കാര്യത്തിൽ സ്വീകരിക്കാൻ വേണ്ടി പറ്റില്ല. അതേ നിലപാട് തന്നെ ഇവിടെ വന്യമൃഗ ശല്യത്തിന്റെ കാര്യത്തിലും സ്വീകരിച്ചു.